ഇനി വിഴിഞ്ഞത്തെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ടിലേക്കാണ്. കേരളത്തിന്റെ വികസന കുതിപ്പിന് അക്കം കൂട്ടുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 9700 കോടി രൂപയുടെ പദ്ധതികളാണ് പൂർത്തിയാക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് എന്ന സ്വപ്നത്തിലേക്കുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർണായക ചുവടുവയ്പ്പാണ് നാളെ. തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 2045 പൂർത്തിയാകേണ്ട പദ്ധതികൾ 17 വർഷങ്ങൾക്ക് മുമ്പേ 2028 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2045 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എത്തുമായിരുന്നു. രണ്ടാമത് ഉണ്ടാക്കിയ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കരാറാണ് നമുക്കത് 2028 പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ തുടക്കം 2, 3, 4 ഘട്ടങ്ങൾ ഒരുമിച്ച് പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുമ്പോൾ റോഡ് വഴിയുള്ള കണ്ടെയ്നർ നീക്കം സാധ്യമാകും. ക്രൂസ് ടെർമിനൽ കൂടി വരുന്നതോടെ വൻകിട യാത്രാ കപ്പലുകൾക്കും വിഴിഞ്ഞത്ത് അടുക്കാനാകും. കേരളത്തിലെ വിനോദസഞ്ചാര രംഗത്ത് വലിയ കുതിപ്പേകുന്നതിനൊപ്പം സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് വഴിയൊരുക്കും. നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മളിപ്പോൾ പണിത് തീർത്തിട്ടുള്ള ഒരു അപ്രോച്ച് റോഡുണ്ട്, കരമാർഗമുള്ള ചരക്ക് നീക്കം. ആ അപ്രോച്ച് റോഡ് ഇതോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കും എത്തിച്ചേരുകയാണ് ആദ്യഘട്ടം. അതിനുശേഷം പിന്നീട് ഹൈവേയുമായി ബന്ധപ്പെടുന്ന ക്ലോവർ ലീഫ് ഉൾപ്പെടെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒപ്പം 10.7 കിലോമീറ്റർ വരുന്ന റെയിൽവേ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിൽ 9.2 കിലോമീറ്റർ നമുക്ക് തുരങ്കപാതയാണ്, ബാക്കി നമുക്ക് ഓപ്പണായി വരുന്നതുമാണ്. പ്രവർത്തനം ആരംഭിച്ച 1 വർഷത്തിനുള്ളിൽ 710 കപ്പലുകളിൽ നിന്നും 15.13 ലക്ഷം TEU കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിനായി. ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് 13 ലക്ഷം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തത്. ഡിസംബറിൽ മാത്രം 1.23 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് റെക്കോർഡ് നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി. 2024 ഡിസംബർ 3-നാണ് ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്തിന്റെ 1ാം ഘട്ടം പ്രവർത്തനക്ഷമമായത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.